സ്റ്റേജില് മനുഷ്യന്മാരെ ഫോട്ടോ വെക്കുന്ന രീതി അത് ശരിയല്ല. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂലെന്ന ഫോട്ടോ തൂക്കിയിട്ട സ്ഥലത്ത്, നായയെ പോറ്റുന്ന സ്ഥലത്തും ഫോട്ടോ തൂക്കിയിട്ട സ്ഥലത്തും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂലെന്ന. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് മുൻകറാത്തുകൾ നിറഞ്ഞ സ്ഥലമാണ്. അപ്പൊ കുറച്ചൊക്കെ ഒരു ഒഴിവുണ്ടാകുന്ന സ്ഥലം, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലം, ഇൽമിന്റെ മജ്ലിസുകളും ഉലമാവും സാദാത്തും വയസ്സന്മാരും കുട്ടികളും സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ സ്ഥലത്തും ദുആക്ക് ഉത്തരം കിട്ടാതായി പോകും. ഞാനിപ്പോ പറഞ്ഞത് വരും നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ആരും പറയാതിരുന്നാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അറിയാതെ മെല്ലെ മെല്ലെ നമ്മൾ ഓരോ മുൻകറാത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ആ തെറ്റുകളെ തെറ്റായി കാണൂല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഇനി ഒന്ന് ലാസ്റ്റ് എടുക്കുക, എല്ലാവർക്കും ഒന്ന് പറയാ. ഇവിടെ നമുക്ക് ഒഫീഷ്യൽ ക്യാമറ ഉണ്ട്. അപ്പൊ ഇതിന് വാള് പറയുന്നതിന്റെ ഇടക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, സ്വലാത്തുകൾ ചെല്ലുക, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് നല്ല നീയത്തോടു കൂടി ഇരിക്കുക. ഞാൻ വളരെ കുറഞ്ഞ സമയം പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ സൂചിപ്പിച്ച താക്ക അഹമ്മദ് മൗലവി, അതുപോലെ നമ്മുടെ ഖത്തീബ് ഉസ്താദിന്റെ ജ്യേഷ്ഠനും ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകട്ടെ. അതുപോലെ ധാരാളം മുഅ്മിനീങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട പലരും ആശുപത്രികളിലും വീട്ടിലൊക്കെ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله مولانا العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു മസ്ജിദ് ഒരു നാട്ടിൽ ഉണ്ടായിത്തീരുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾക്കെല്ലാം അതിൽ വളരെയേറെ സന്തോഷമുണ്ടാകും. ആ ഒരു സന്തോഷത്തിന്റെ ഒരവസരമാണ് ഇവിടെ നാട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിളക്ക് കത്തിച്ചിട്ടുള്ളത്. മസ്ജിദിന് വിളക്കിന്റെ മാലകൾ തൂക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് പന്തൽ കെട്ടിയതും അലങ്കരിച്ചിട്ടുള്ളതും എല്ലാം. സന്തോഷത്തിന്റെ സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം ആവാം. ദഫ് മുട്ടുക, നല്ല മൗലിദിന്റെയും മദ്ഹിന്റെയും ഗീതങ്ങൾ ആലപിക്കുക, ഇതെല്ലാം സന്തോഷ സമയത്ത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. പഴയകാലത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ ദഫ് മുട്ടിയിട്ട് അങ്ങനെ വരും. വളവട്ടണത്തൊക്കെ അങ്ങനെ 1 കിലോമീറ്റർ നടക്കണം മക്കാമിൽ സിയാറത്ത് ചെയ്തിട്ട്. അതുപോലെ വിവാഹത്തിന്റെ സമയങ്ങളിൽ, വീടുദ്ഘാടനത്തിന്റെ സമയത്ത് മിതമായ രീതിയിലുള്ള അലങ്കാരങ്ങൾ, അതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. പരിപാടികളുള്ള ദിവസം അല്ലാത്ത സമയത്തൊക്കെ രാത്രി 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കണം. കാരണം ഈ വൈദ്യുത ലൈറ്റ് പൊല്യൂഷൻ
ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെളിച്ച മാലിന്യം, അത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മാലിന്യങ്ങളുടെ കൂട്ടത്തിലൊന്നാണ്. അമിതമായ ലൈറ്റ് നമ്മുടെ ആരോഗ്യത്തെ കുറക്കും, കണ്ണ് കേടുവരുത്തും, കണ്ണിലൂടെ ശരീരത്തിൽ കയറി ചെന്നിട്ട് പലതരം രോഗങ്ങൾ ഉണ്ടാക്കും. അമിതമായ ലൈറ്റിന്റെ പ്രയോഗം, ലൈറ്റിലേക്ക് അങ്ങനെ കൂടുതലായി നോക്കാൻ പാടില്ല, അമിതമായ ലൈറ്റിലേക്ക്. وكان صلى الله عليه وسلم يعجبه النظر الى الخضراء. പച്ചിലകളിലേക്ക്, പച്ചപ്പുകളിലേക്ക് നോക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ വന്നളറ ഇലൽ മാഇൽ ജാരി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അത് രണ്ടും കണ്ണിന് കുളിർമയും മനസ്സിന് സമാധാനവും നൽകും. അപ്പൊ വല്ലാതെ ടെൻഷൻ ഉണ്ടാകുമ്പോ, ബിസിനസ് ഒക്കെ ചെയ്ത് തല ചൂടായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മസ്ജിദ് ഉണ്ടാക്കി പ്രസിഡന്റും സെക്രട്ടറിക്ക് ഒരുപാട് കാലം രാവും പകലും അതിനു വേണ്ടി തന്നെ അധ്വാനിച്ച് അതിന്റെ പ്ലാനും കണക്ഷനും നമ്പറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു മനസ്സമാധാനം കിട്ടാൻ പുഴന്റെ വക്കത്ത് പോയിട്ടിരുക, ദിക്റ് ചൊല്ല, സ്വലാത്ത് ചൊല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കല് സമൂഹത്തിൽ നിന്ന് കാണാതായി, എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും ഇങ്ങനെ പരതി എല്ലാ സ്ഥലത്തും എവിടെ പോയി, തങ്ങളെ കാണാതെ അവർക്ക് നിൽക്കാൻ പറ്റൂല. പലരും പല സ്ഥലത്തും പോയി തെരഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ, പണ്ടൊക്കെ കാസർകോട്ടുകാർ നല്ല സ്വലാത്തില്ലായിരുന്നല്ലോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർകൾ ഒരു മതിലിന്റെ വെള്ളമൊഴുകാൻ വേണ്ടിയുള്ള ഒരു ചാനലിന്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കയറിയിട്ട് ആ തോട്ടത്തിനുള്ളിൽ പോയി നോക്കി. അവിടെ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കിണറിന്റെ വക്കത്ത് കാലും താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. റിലാക്സേഷനാണ്, ജനങ്ങളിൽ നിന്നൊക്കെ മാറി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി കുറഞ്ഞൊരു സമയം നല്ലൊരു റിലാക്സേഷൻ. വെള്ളത്തിന്റെ സമീപത്ത് കാലും തൂക്കിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നന്നാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നന്നാക്കാൻ സാധിക്കുക. ഞാനിവിടെ ഓതിവെച്ച ആയത്ത് സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ള ഈ ആയത്ത് എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കാം. മസ്ജിദ് പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള ആയത്താണ്. അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. മസ്ജിദ് പരിപാലനം പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഈ നാട്ടിലെ മുഴുവൻ അംഗങ്ങളും ഇതെല്ലാം ഇതിന്റെ ജനറൽ ബോഡി അംഗങ്ങളാണ്. 300 വീടുകൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഈ മസ്ജിദ് പരിപാലനത്തിൽപ്പെട്ടവർ തന്നെയാണ്. എന്താണ് മസ്ജിദ് പരിപാലനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം? എങ്ങനെയാണ് മസ്ജിദ് പരിപാലിക്കേണ്ടത്? രണ്ടും അല്ലാഹു തആല നമ്മെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, പള്ളി കമ്മിറ്റിക്കാർ ആരായിരിക്കണം? മൻ ആമന ബില്ലാഹി, ഈമാനുള്ളവർ ആയിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം എന്നാണ്. മറ്റൊന്ന്, മസ്ജിദിനെ പരിപാലനം കൃത്യമായി നടത്തുന്നവരാണെങ്കിൽ അവർക്കത് കാരണമായി ഈമാൻ ഉണ്ടാകും. കൊല്ലം ജില്ലയിലെ കിഴക്കുഭാഗത്തൊരു സ്ഥലത്തൊരു മസ്ജിദ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ കാണാൻ പോയപ്പോ അവിടുത്തെ പള്ളിന്റെ സെക്രട്ടറി കുറെ സമയം ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരുന്ന് ളുഹറായപ്പോ ഞാൻ പറഞ്ഞു നിസ്കരിക്കണം, മസ്ജിദ് പണി നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ മദ്രസയിൽ സൗകര്യമൊക്കെ ചെയ്തു തന്ന് പിന്നെ മൂപ്പരെ കാണുന്നില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഇല്ല, ആ പണി ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു.
നിസ്കരിക്കാറില്ല. അപ്പൊ പിന്നെ എന്തിനാ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയത്? 5 പൈസ വ്യത്യാസം വരുത്തൂല, കണക്കിൽ വളരെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ നാട്ടുകാര്. കണക്കിൽ ക്ലിയർ ആയാൽ മാത്രം പോരാ, ഈമാൻ ഉണ്ടാകണം. ഒന്നാമതായി ഈമാൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ വിശാലമായ അർത്ഥമുണ്ട്, അതിവിടെ പറയാൻ സമയമില്ല. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസമുണ്ടാകണം, മറ്റ് അംബിയാ മുർസലീങ്ങളിൽ വിശ്വാസമുണ്ടാകണം, മലക്കുകളിൽ വിശ്വാസമുണ്ടാകണം, ഖിയാമത്ത് നാളിൽ വിശ്വാസമുണ്ടാകണം, കിതാബുകളിൽ വിശ്വാസമുണ്ടാകണം. ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഖദറിൽ വിശ്വാസമുണ്ടാകണം. ഖിയാമത്ത് നാളിൽ വിശ്വാസമുണ്ടാകണം, ലോകം അവസാനിക്കും, അതിനുശേഷം ലോകം വരാനുണ്ട് എന്നുള്ള വിശ്വാസങ്ങളെല്ലാം ഉണ്ടാകണം. അപ്പൊ ഖദറിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവര് മസ്ജിദിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ ഒരു വിശ്വാസവും, ഏതെങ്കിലും ഒരു വിശ്വാസം ഇല്ലാത്ത ആളുണ്ടെങ്കിൽ അവർ മസ്ജിദിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. ഈമാൻ ഉണ്ടാകണം ഒന്നാമതായി. രണ്ടാമത്തേത് വൽ യൗമിൽ ആഖിർ എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അല്ലാഹുവിൽ വിശ്വാസമുണ്ടാകണം, യൗമുൽ ആഖിറത്തിൽ വിശ്വാസമുണ്ടാകണം എന്ന് പറഞ്ഞ ഈമാന്റെ എല്ലാ കാര്യത്തിലും വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടായിട്ടേ വേറെന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമുള്ളൂ. രണ്ടാമത് അഖാമസ്സലാത്ത, നിസ്കരിക്കുന്നവരായിരിക്കുകയും വേണം. മസ്ജിദ് പരിപാലിക്കുന്നവർ എന്തിനാണ് നിസ്കരിക്കുന്നവരാകുന്നത്? മറ്റുള്ളവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ പോരെ? അതുപോലെ ഈ മസ്ജിദിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് കത്തിക്കുക, വെള്ളം നിറക്കുക, അടിച്ചുവാരുക, ക്ലീനാക്കുക, സമയമാകുമ്പോൾ ഡോറടക്കുക, ഫർദ് ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഓഫ് ആക്കുക, പിന്നെ വരുന്ന നിസ്കരിക്കുന്നവന് ഫാൻ ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. മസ്ജിദിന്റെ ഫാൻ എല്ലാം നിസ്കരിക്കുന്നവർക്കുള്ള, സുന്നത്ത് നിസ്കരിക്കുന്നവനാണെങ്കിലൂടെ ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ചെലവുകൾ ചുരുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഇതല്ല മസ്ജിദിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നിസ്കാരം നടത്തുക, മസ്ജിദിൽ നിസ്കാരം നടക്കുക, അതാണ് മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാലനം. അപ്പൊ ധാരാളമായി നിസ്കാരം നടക്കണം. ഈ പായസം കൊടുത്ത ആളുകള് ഒരു കൊട്ടയുമായിട്ട് ഉടനെ പോകണം, ഗ്ലാസ് തിരിച്ചു വാങ്ങണം. ആരും നിലത്തിടാൻ പാടില്ല. ഒറ്റ കുട്ടിയും പായസം കുടിച്ച മാത്രം നിലത്തിടരുത്. കൊട്ട വരുന്നത് വരെ അവിടെ തന്നെ കയ്യിൽ പിടിച്ചിരിക്കണം. അതൊക്കെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാ, ജനങ്ങളെ ഈ അദബ് പഠിപ്പിക്കുക എന്നുള്ളത്. ക്ലീൻ, നാട്ടിൽ പറമ്പിലൊന്നും വലിച്ചെറിയാൻ പാടില്ല. അവിടെയൊക്കെ മിഠായിന്റെ തോടും പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നാട് നശിപ്പിക്കും. അപ്പൊ അഖാമസ്സലാത്ത, നിസ്കാരം നിലനിർത്തണം, നിസ്കരിക്കുന്നവരാകണം മസ്ജിദിന്റെ അഹ്ലുകാർ. അപ്പൊ സുബ്ഹി ജമാഅത്തിന് എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിർബന്ധമായും വരണം. ബാക്കി എല്ലാവരും വരണം. ളുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇനും ഒക്കെ വരണം. ജോലി അത്യാവശ്യങ്ങൾക്കൊക്കെ വേറെ എവിടെങ്കിലും പോകുന്ന ആളുകളാണെങ്കിൽ അവരവിടുത്തെ മസ്ജിദ് നിസ്കരിക്കുക. പക്ഷെ നാട്ടിലെ മസ്ജിദിൽ സുബ്ഹിക്കും മഗ്രിബ് ഇശാഇനും എന്തായാലും കമ്മിറ്റിക്കാരുണ്ടാകണം. അപ്പൊ ഒരാളെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന്റെ ക്വാളിറ്റി, അദ്ദേഹം പണക്കാരനാണോ, രാഷ്ട്രീയക്കാരനാണോ, വിദ്യാഭ്യാസമുള്ളവനാണോ, ഏത് തറവാട്ടുകാരനാണോ എന്നെല്ലാം നോക്കുന്നതിന് അപ്പുറം ഈ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇതില്ലാത്ത ആളുകൾക്ക് മസ്ജിദ് പരിപാലിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് എന്തു വേണം? വആത സകാത്ത,
സക്കാത്ത് കൊടുക്കുന്നവർ ആയിരിക്കണം. സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണെങ്കിൽ അത് കൊടുക്കുക എന്ന സ്വഭാവമുള്ളവരായിരിക്കണം കമ്മിറ്റിയിലുള്ളത് എന്ന് മാത്രമല്ല, സ്വതക്ക ധാരാളമായി ചെയ്യുന്ന, പരമാവധി സ്വതക്ക കൊടുക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ അങ്ങനത്തെ ആളുകളാകുമ്പോൾ അവര് മസ്ജിദിലുണ്ടാകും. അപ്പൊ അവരിങ്ങനെ ഇടക്ക് സംഭാവനയും സ്വതക്കയൊക്കെ കൊടുക്കും. അപ്പൊ ഫുഖറാക്കളായ ആളുകളൊക്കെ മസ്ജിദിലേക്ക് വരും. നിസ്കാരത്തിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഇടക്ക് കിട്ടും ചെയ്യല്ലോ. അപ്പൊ മസ്ജിദിൽ ആള് കൂടാൻ കാരണമാകും. അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ സക്കാത്ത് കൊടുക്കുന്ന ആളായതുകൊണ്ട് എന്താണ് പള്ളിക്ക് കാര്യം? അപ്പൊ ഒരു മസ്ജിദിന്റെ പരിപാലിക്കുന്ന ആള് സമ്പത്ത് ദാനം ചെയ്യുന്ന ആളാകണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം, ഈ സമ്പത്തിന്റെ ആവശ്യം കൊണ്ട് ഫുഖറാക്കളും മസാക്കീനും ഒക്കെ ആയ ആളുകൾ മസ്ജിദിലേക്ക് വരുമ്പോ മസ്ജിദിൽ കൂടുതലായി നിസ്കരിക്കാൻ ആള് വരും. അതുകൊണ്ട് മസ്ജിദ് എപ്പോഴും മനുഷ്യർക്ക് ഗുണം കിട്ടുന്ന, ഭൗതികമായ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ആകണം എന്നത് നല്ലതാണ്. അതിനാണ് ഇപ്പൊ പായസം വിതരണം ചെയ്തത്. നാളെ തൃശ്ശൂരിൽ പോയപ്പോ അവിടുത്തെ MP പ്രതാപൻ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുണ്ടാകുമ്പോ റാബി ഉമ്മ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പെണ്ണിന്റെ അടുത്ത് എന്നെ ചെറുപ്പത്തിലാക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചൂട്ട് കത്തിച്ച് വാഴതിന് പോകുമ്പോ ഞാനും പോകാറുണ്ടായിരുന്നു. വാഴതിന് പോകുമ്പോ അവിടുന്ന് ചീരിന് കിട്ടും, അതായിരുന്നു എന്റെ താല്പര്യം എന്ന്. അപ്പൊ അതൊരു മനുഷ്യരെ റഗ്ബത്ത്, ആളുകളെ ക്ഷണിക്കാനും അടുപ്പിക്കാനും വേണ്ടി അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. നബിതങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ സമയത്ത് സഫാ കുന്നിൽ ഭക്ഷണമുണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. കുടുംബക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തു. എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും ചെയ്തു. മൂന്നാമത്തെ ദിവസവും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ എല്ലാവരോടും ഇരിക്കണം, കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന്. അപ്പൊ എല്ലാവരും കേട്ടു. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ദഅവത്ത് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ സക്കാത്ത് കൊടുക്കുക എന്നത് എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ട, അത് മസ്ജിദ് പരിപാലിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല. ഭൗതികമായ ഒരു കാര്യത്തെയും ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ശക്തികളെയോ ഏതെങ്കിലും തരത്തിലുള്ള എന്തു തരത്തിലുള്ള ആളുകളെയും ഒന്നും തന്നെ ഭയപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ ഭവനമാണ്, അതുണ്ടാക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് സംരക്ഷണം നൽകും. അപ്പോ ഞാൻ കമ്മിറ്റിയുടെ പ്രസിഡന്റാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എവിടെന്നെങ്കിലും അറ്റാക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്നെ അവർ ഇൻസൾട്ട് ചെയ്യുമോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ഭീതിയും ഉണ്ടാകരുത്. അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാൻ പാടില്ല. ഭൂമിയിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്നും പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പലതരത്തിലുള്ള ചാലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും, ആക്രമണങ്ങൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്, മന്ത്രിച്ചൂതുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് കേരളത്തിലുടനീളം ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ ഒരാളൊരു കുഞ്ഞിനെയും കൊണ്ടുവന്നു മന്ത്രിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ മന്ത്രിച്ചു പോയാല് തുപ്പി എന്നാണ് പറയാ. മഹാനായ സയ്യിദ് ഫളിൽ കോയമ്മത്തങ്ങൾ, കൂറത്തങ്ങൾ എന്ന് പറയുന്ന താജുൽ ഉലമ മഹാനവറുകളുടെ മകനാണ് കൂറാത്തങ്ങൾ. നിങ്ങൾക്കൊക്കെ അറിയാം, കാസർഗോട്ടുകാർക്ക് നന്നായി അറിയാം. എനിക്ക് തോന്നുന്നു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ വാദന്റെ സദസ്സിലോ വെക്കുന്ന ഭക്ഷണത്തില് മന്ത്രിച്ചൂതുന്ന ഒരു വീഡിയോ, ഇതൊക്കെ വീഡിയോ എടുത്ത് പുറത്തുവിടുകയും വേണ്ട. ഇതൊക്കെ നമ്മുടെ തകരാറാണ്. കാണുന്നതെല്ലാം വീഡിയോ എടുത്തിട്ട് പുറത്തുവിടും. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇങ്ങനെ വീട്ടിൽ ചെന്നാലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. എന്തിനാണിതെല്ലാം? അപ്പൊ ആ മന്ത്രിച്ചൂതുന്ന ഫോട്ടോ കാണിച്ചിട്ടാണ് പറയുന്നത് ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുപ്പിയ ഭക്ഷണമാണ്. മന്ത്രിച്ചൂതുക എന്ന് പറഞ്ഞത് ഇസ്ലാമിലുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സഹാബത്തും താബികളും പഠിപ്പിച്ചതാണ്. നാളിതുവരെ ഉലമാക്കളും സാദാത്തുക്കളും എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതും ഇസ്ലാമിൽ സ്ഥാപിതമായ ഒരു കാര്യവും ആണ്. മറ്റു മതക്കാരിലും ഉണ്ടത്, ക്രിസ്ത്യാനികൾക്കുണ്ട്.
ഒരു ക്രിസ്ത്യാനിയുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, യേശു തുപ്പി എന്നാ പറയുന്നത്, ഊതിന്നല്ല, തുപ്പി. ചിലർ ചോദിക്കും, അങ്ങനെ തുപ്പാൻ പറ്റുമോ? യേശുവിന്റെ തുപ്പലിനേക്കാൾ മുന്തിയ ഒരു വെള്ളം ലോകത്തില്ല എന്ന് പറഞ്ഞു. ഈസാ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം തുപ്പിയാൽ നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് അത് മുന്തിയതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് അതിനേക്കാളും മുന്തിയതാണ് എന്നേ ഉള്ളൂ. ഈസാ നബി വലിയ ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിയാണല്ലോ. പക്ഷെ അപ്പൊ യേശു തുപ്പി, അതാണ് ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് പറയുന്നു. ഇതിനേക്കാളും വലിയ എല്ലാ മതക്കാരിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അനാവശ്യമായി അത്തരം വിഷയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റായ ആശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ അതിലൊന്നും വശംവദരാകരുത്. അതേസമയം തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെതിരെ സംസാരിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ നാം കുഴപ്പമുണ്ടാക്കരുത്. നമ്മളവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഹലാൽ, ഹലാൽ എന്ന് ബോർഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? അതാണിപ്പോ വലിയ ചർച്ച. എന്താണ് ഹലാൽ? ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് ഹലാൽ എന്ന് പറഞ്ഞാൽ അത് മൂരിനറക്കല് മാത്രാണ്, ഈ ഇറച്ചിക്ക് മാത്രാണ് ഹലാലല്ലോ, അപ്പൊ അറവായിരിക്കും എന്ന് മനസ്സിലാക്കി. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും ഉണ്ട്. ഹലാലേ ചെയ്യാൻ പാടുള്ളൂ, ഹറാമ് ചെയ്യാൻ പാടില്ല. വസ്ത്രത്തിൽ ഹലാലും ഹറാമുണ്ട് അല്ലേ? പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് പാടില്ല, സ്വർണവും പുരുഷന് പാടില്ല, വെള്ളിയുടെ മോതിരം അല്ലാതെ മറ്റു ഒന്നും പുരുഷന് ധരിക്കാൻ പാടില്ല. അതുപോലെ കട്ടെടുത്തതും അപഹരിച്ചതുമായ സാധനങ്ങള് നമുക്ക് പറ്റില്ല, അത് ഹലാലാകൂല. ഭക്ഷണത്തിൽ തന്നെ മൂത്രം കുടഞ്ഞതും ചാണകം തെളിച്ചതും നമുക്ക് പറ്റുകയില്ല. പന്നി വേവിച്ച പാത്രത്തിൽ ചോറുണ്ടാക്കിയാൽ അതും നമുക്ക് പറ്റൂല. കാരണം അത് 7 പ്രാവശ്യം കഴുകണം, മണ്ണ് കലക്കിയ പാത്രം കൊണ്ടും മണ്ണ് കഴുകിയ വെള്ളം കൊണ്ടും കഴുകണം. അപ്പൊ പന്നി വിൽക്കുന്ന ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു ഭക്ഷണവും നമുക്ക് പറ്റൂല, കാരണം അത് കലരാനുള്ള സാധ്യതകൾ ഉണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലുടനീളം പരന്നുകിടക്കുന്ന ഒരു കാര്യമാണ് ഹലാൽ എന്ന് പറയുന്നത്. അതിനെ ചുരുക്കി വെച്ചപ്പോ അല്ലാഹു തആല ഉദ്ദേശിച്ചു, അതങ്ങനെ ചുരുക്കി വെച്ചാൽ പറ്റില്ല, എല്ലാവരും അറിയണം എന്താണ് ഹലാൽ എന്ന്. അത് അല്ലാഹു തആല ഉദ്ദേശിച്ചതിന്റെ കാരണം കൊണ്ട് ചിലരെ കൊണ്ട് അല്ലാഹു പറയിച്ചു ഇത് പാടില്ല എന്ന്. അപ്പൊ എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഹലാൽ എന്താണ്, ഹറാം എന്താണ് എന്ന് മുസ്ലിമും അമുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും അറിയാൻ തുടങ്ങി. ഇത് നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച വരുന്നതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതില്ല, അത് ഖൈറാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മസ്ജിദിന്റെ പരിപാലിക്കുന്നവർ, കമ്മിറ്റിക്കാരെന്ന് ഞാൻ പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മസ്ജിദിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കുകയില്ല. അല്ലാഹുവിൽ അവർക്ക് ഭയം ഉണ്ടാകണം. മസ്ജിദിനെ പരിപാലിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ കാവലുണ്ടാകും എന്നാണ്. ഒരു സമൂഹത്തിൽ അല്ലാഹു തആല ഒരു ആഫത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചാൽ മസ്ജിദ് പരിപാലിക്കുന്ന ആ ആളുകൾ ആ നാട്ടിലുണ്ടെങ്കിൽ ആഫത്തിനെ തൊട്ട് കാവലുണ്ടാകാൻ കാരണമായി തീരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മസ്ജിദിന്റെ ഇമാമുമാര്, മസ്ജിദിന്റെ മുഅദ്ദിൻ, മുക്കിർച്ചാക്ക് വലിയ സ്ഥാനം ഉണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വാങ്ക് കൊടുക്കുന്നവനേക്കാൾ വലിയ ഒരു ദാഴി ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ വാങ്ക് കൊടുക്കുന്നവന്റെ കഴുത്ത് പ്രത്യേകമായി ജ്വലിച്ച് പ്രത്യേകമായി പ്രകടമായി കാണും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആ വാങ്ക് കൊടുക്കുന്ന കാരണം കൊണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്.
ഞാനിപ്പോ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നമ്മൾ മൈതാനിയിൽ പള്ളിക്കാട്ടിൽ ഖബറും പുറത്ത് സിയാറത്തിന് പോകുമ്പോൾ മുക്കിർച്ചാനെയും കൂട്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുക്കണം. കാരണം അത് നമ്മളുടെ മഖബൂറായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൂലി കിട്ടാൻ കാരണമാണ്. നമ്മുടെ സിയാറത്ത് സ്വീകരിക്കുന്നതിന് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം എന്ന്. മലയാളത്തിൽ പറയുന്ന വാക്കുകളെ പിന്നെ ചിലരതങ്ങോട്ട് വെട്ടിമുറിച്ച് കഷ്ണമാക്കി, അപ്പോ മുക്കിറിനെ കൂട്ടിയിട്ടില്ലെങ്കിൽ സിയാറത്ത് ശരിയാകൂല, ഫാത്തിഹ ശരിയാവൂല, യാസീൻ ശരിയാവൂല എന്നിങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. നമ്മൾ ആ വിമർശകരെ കുറിച്ച് നോക്കണ്ട, അത് ദുനിയാവിലുണ്ടാകും. അതേസമയത്ത് അത് നാട്ടിൽ പഴയ കാലത്തൊക്കെ മുക്രിമാർക്ക് എന്താണ് ശമ്പളം കൊടുക്കുക? ഇപ്പൊ എത്ര ശമ്പളം കൊടുക്കുന്നത്? ഇവിടെ എത്ര ശമ്പളം? 14,000 രൂപ. മാഷക്ക് എത്ര ശമ്പളം? 60,000 രൂപ. മാഷക്ക് 2 കുട്ടികള്, മുക്കിർച്ചാക്ക് 10 കുട്ടികൾ. മുക്കിർച്ചാന്റെ കുട്ടികളെ വയറ്റിലേക്ക് പോകേണ്ടത് എന്താണ്? അവർക്ക് ഭക്ഷണം വേണ്ടേ, വെള്ളം വേണ്ടേ, വസ്ത്രം വാങ്ങണ്ടേ? പക്ഷെ അവര് ബറക്കത്തോടെ ജീവിക്കുന്നത് ചെറിയ ശമ്പളമാണെങ്കിലും അവർക്ക് ഈ ആളുകൾ ബറക്കത്തിന് വേണ്ടിയുള്ള ഹദിയകൾ കൊടുക്കുന്നുണ്ട്. അത് നാട്ടിൽ നടന്നു വരുന്ന ആചാരമാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിഷ്കരിച്ച് പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട് അതില്ലായ്മ ചെയ്യുകയാണ്. മഖാമുകളിൽ ചെന്നാല് മഖാമിന്റെ അവിടുത്തെ ആളുകൾക്ക് പൈസ കൊടുക്കണം എന്നത് അവിടുത്തെ ഒരു ആദത്താണ്. അജ്മീറിൽ പോയവർക്കറിയാം, അജ്മീറിൽ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ മഖാം ഒരു നിശ്ചയിച്ചിട്ടുണ്ടാവും, ഓരോ ദിവസവും ഇന്നയാളാണ് സിയാറത്ത് ചെയ്യിക്കേണ്ടത് എന്ന് കമ്മിറ്റിയിൽപ്പെട്ട. അവർക്ക് ഒരു ഇക്രാമിയ അല്ലെങ്കിൽ ഹദിയ കൊടുക്കുക, അത് ആ സിയാറത്തിന്റെ ആദാബിൽപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ അപ്പൊ നമ്മളിങ്ങനെ എല്ലാ ദിവസവും സിയാറത്തിന് വാപ്പന്റെ അടുത്ത് പോകുന്ന ആളുണ്ട്, എന്നും മുഖർച്ചനെ വിളിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും സിയാറത്ത് ചെയ്യുമ്പോൾ വിളിക്കണം എന്നല്ല അർത്ഥം. വർഷത്തിൽ ഇടക്കിടക്ക് റമദാനിനും പെരുന്നാളിനും റബിയുൽ അവ്വലിനും അങ്ങനെ നമ്മൾ ആ ഹദിയ, അതിനെ പരിപാലിക്കുന്ന ആളുകൾക്ക് ഹദിയ കൊടുക്കുക എന്നുള്ളത് അതിന്റെ മാമൂലാണ്, അതിന്റെ ഒരു ആദാബുകളിൽപ്പെട്ടതാണ്. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഈ കാര്യം വളരെ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഈ മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ നാടിന് തന്നെ അത് കാവലായിരിക്കും. ഇപ്പോ നാട്ടിലെ ആളുണ്ടാവൂല, എവിടെന്നെങ്കിലും കൊണ്ടുവന്നതായിരിക്കും. പല നാടുകളിലും സ്വന്തമായി ആ നാട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ഉള്ള ആളുകളില്ല, വളരെ കുറഞ്ഞുപോയി. ചില നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ വരുന്നുണ്ടാവും. ഇവിടുത്തെ മുക്കർച്ചി നാട്ടുകാരനല്ലേ, എവിടെയുള്ള എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ മുക്കിർച്ച ഇല്ലാത്തത്? 14,000 കൊടുത്താൽ ആരെങ്കിലും നിൽക്കുവോ? അപ്പൊ മുക്കിർച്ചക്ക് ഒരു 50,000 റുപ്യ ശമ്പളം കൊടുക്കണം, ഖത്തീബിനൊരു 75,000 കൊടുക്കണം. അപ്പൊ നിങ്ങൾ ശമ്പളമായി കമ്മിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ നാട്ടുകാർ ഇതുപോലെ സ്വലാത്തും ദിക്റും ദുആയും വീട്ടിൽ പല പരിപാടികൾക്കും അയച്ചു വരുമ്പോ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കും. പൈസക്ക് വേണ്ടിയാണ് ഈ ജോലി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത്തരം ആദാബുകൾ നാട്ടിൽ പരിഷ്കാരത്തിന്റെ ഭാഗമായി അത്തരം സംഗതികളൊക്കെ മാറ്റി നിർത്തും. എന്നിട്ട് പരിഷ്കാരം ആയിട്ട് കൊണ്ടുവരുന്നത് പിന്നെന്താണ്? ഗാനമേളയും ചെണ്ടമുട്ടലും കോൽക്കളിയും. കല്യാണത്തിന് എല്ലാ കുട്ടികൾക്കും ഒരേ കളറുള്ള ഡ്രസ് ഇട്ട് പട്ടാളമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇങ്ങനെ എന്തെല്ലാം വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദുർവ്യയം ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ചില സംഗതികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. റോട്ടിൽ 10 റുപ്യ ടോള് വാങ്ങുന്നുണ്ടെങ്കിൽ ആ 10 റുപ്യ കൊടുക്കാതിരിക്കാൻ ഡ്രൈവർമാർക്ക് വലിയ ഒരു തിരക്ക. അപ്പുറത്ത് 100 റുപ്യ ചെലവഴിക്കും, പ്രശ്നമല്ല. റോഡിന് വാടക വാങ്ങുകയല്ലേ, ചുങ്കം എന്ന് പറയുന്ന തെറ്റായ മക്സല്ലല്ലോ അത്. പക്ഷെ അത് ജനങ്ങളുടെ ഒരു ധാരണയാണ് അങ്ങനെ. അപ്പോ മസ്ജിദ് പരിപാലിക്കുന്ന ആളുകൾ, ഇമാമ്, മുഅദ്ദിൻ, അതുപോലെ ക്ലീനാക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ വലിയ സ്ഥാനം ഉണ്ട്.
അങ്ങനെയുള്ള ആളുകൾ നാട്ടിലുണ്ടായാൽ അക്കാരണം കൊണ്ട് ആ നാട്ടിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും, ബറക്കത്തുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. മസ്ജിദിൽ വരുന്ന എല്ലാവരെയും പരിഗണിക്കണം. പണക്കാരനെയോ പാവപ്പെട്ടവനെയോ ഒന്നും മാറ്റമുണ്ടാകാൻ പാടില്ല. ബീഡി വലിക്കുന്നവനെയും സിഗരറ്റ് വലിക്കുന്നവനെയും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ തടഞ്ഞു വെക്കാം. മണം കൊണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടേ, ഇതാരാ ചെയ്യേണ്ടത്? പ്രസിഡന്റോ സെക്രട്ടറിയോ ആണ് ചെയ്യേണ്ടത്. ഉള്ളി തിന്ന് വാസനയുമായി, മോശമായ വാസനയുമായി ഒരാൾ മസ്ജിദിലേക്ക് വരികയാണെങ്കിൽ അവരെ തടയണം. കാരണം മറ്റു നിസ്കരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അവരുടെ നിസ്കാരത്തിന് വസ്വാസ് ഉണ്ടാവും. ഈ ഉള്ളി തിന്നുമ്പോൾ തന്നെയാണ് ബീഡി വലിച്ചാലും അല്ലേ? വലിക്കാത്തവർക്കേ അറിയുള്ളൂ. ആ സാധനം ഒരു മൂലയെന്ന് കത്തിയാൽ നമുക്ക് ചുമയ്ക്കും, ഭയങ്കരമായ ശല്യം ഉണ്ടാകും. അപ്പോ വലിച്ചു വരുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് വലിച്ചൊക്കെ കഴിഞ്ഞ് നന്നായി പല്ലൊക്കെ വൃത്തിയാക്കിയിട്ടേ വരാവൂ. വലിച്ചു ഇങ്ങനെ മസ്ജിദിന്റെ കോമ്പൗണ്ട് കയറുന്നത് വരെ ലാസ്റ്റ് പഫ് എടുത്തിട്ട് കയറരുത്. അങ്ങനത്തെ മസ്ജിദിൽ മുസല്ലികളായ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്ക് ദുർഗന്ധവുമായി വരുന്നവരെ തടയാം. അതിന് ഇസ്ലാമിൽ നിയമം ഉണ്ട്. അതുകൊണ്ടാണ് മസ്ജിദിലേക്ക് വരുമ്പോൾ കുളിക്കണം. ജുമുഅക്ക് വരുമ്പോ കുളി സുന്നത്താണ്. ദുർഗന്ധമുണ്ടെങ്കിൽ മറ്റു ജമാഅത്തുകൾക്ക് വരുമ്പോഴും ആ ഒരു നീയത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ ആ കുളിക്ക് കൂലി കിട്ടും. അത്ര പുരട്ടണം. നല്ല സുഗന്ധത്തോടുകൂടിയാണ് നല്ല സദസ്സുകളിലേക്ക് എല്ലാം വരേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കമ്മിറ്റിക്കാരായ ആളുകൾക്കോ അല്ലെങ്കിൽ നാട്ടുകാരായ ആളുകൾക്കോ അതിനെ തടയാവുന്നതാണ്. ഇതൊന്നും കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. തടയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് ഉപദേശിക്കുക. കേൾക്കുന്നില്ലേ, കുറച്ച് ഗൗരവത്തിൽ പറയാ, പിന്നെയും കേൾക്കുന്നില്ലേ, കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പോലീസാകാൻ പാടില്ല. സദാചാര പോലീസായിട്ട് പള്ളിയിലേക്ക് വീടി വലിച്ചു വരുന്നവനെ തട്ടിമറിച്ചിട്ടിട്ട് നമ്മള് പിന്നെ കേസായി പോകാൻ പാടില്ല. അംറും ബിൽ മഅറൂഫിന് അത് നാടിന്റെ അവസ്ഥകൾ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിൽ കാർക്കിച്ചു തുപ്പിയ കഫം കണ്ടു. ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് അത് വൃത്തിയാക്കി. അപ്പൊ പള്ളിയിൽ ഒരു കൂറ ചത്തു കിടക്കുന്നത് കണ്ടാൽ, പല്ലി വീണെടുക്കുന്ന കണ്ടാൽ, മുക്കറിച്ചോടെ പോയി മുക്കറിച്ചാനെ വിളിച്ചുകൊണ്ടിരാൻ പോവാ. അത് നിന്റെ ബാധ്യതയാണ്. ആരാണോ കണ്ടത് അവൻ തന്നെ അത് നീക്കിക്കൊള്ളണം. അവനത് നിർബന്ധമാണ്. മസ്ജിദിൽ മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കണ്ടാൽ അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ ഭൂമിയിൽ പറമ്പിലും മറ്റൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഈ പ്ലാസ്റ്റിക്കിന്റെ കടലാസുകളൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണത്. നാം ഒരു മിഠായിയുടെ തോല് പുറത്തിട്ടാൽ അത് മഴയിൽ ഒഴുകിപ്പോയിട്ട് ഏതെങ്കിലും കുളത്തിലോ തടാകത്തിലോ തോട്ടിലോ പുഴയിലോ ചെല്ലും. അതൊരു തവള തിന്നാൽ തവള ചത്തുപോകും. തവള ഭൂമിയിലുണ്ടാകൽ ആവശ്യമാണ്. മത്സ്യം അത് തിന്നാൽ മത്സ്യം ചത്തുപോകും. മത്സ്യം പുറത്തു വന്ന് ചീഞ്ഞളിഞ്ഞ് തീർന്നാൽ പിന്നെ ഈ കടലാസ് പിന്നെയും പുറത്തു വരും. അടുത്ത മത്സ്യം തിന്നു. അപ്പൊ നിന്റെ ഒരു മുട്ടായിയുടെ തോലുകൊണ്ട് എത്ര മത്സ്യങ്ങളും എത്ര തവളയുമാണ് ചത്തുപോവുക. ഇസ്ലാം പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഡംപ് ചെയ്യാൻ പ്രത്യേകമായ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കണം. മുസ്ലിംകൾ അധിവസിക്കുന്ന നാട്ടിൽ മുസ്ലിംകളുടെ അങ്ങാടിയിൽ നല്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്തോ പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും, ഇതൊന്നും ഈമാനിൽ പെട്ടതല്ല, ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കും. അതുകൊണ്ട് മസ്ജിദിന്റെ കമ്മിറ്റിയാണ് മഹല്ലത്തിൽ മുഴുവനും അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ ചോദിച്ചു പ്രസിഡന്റിന്റെ അടുത്ത്, വെള്ളം കുടിക്കേണ്ടത് മണ്ണിലുള്ള വെള്ളമാണ്.
മണ്ണിലുള്ള വെള്ളത്തിനാണ് ജീവനുണ്ടാവുക. ജീവനുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്. ഭയങ്കര പേടിയാ, അതിൽ ബാക്ടീരിയ ഉണ്ടാകുമോ, അണുക്കൾ ഒന്നും ഉണ്ടാകൂല. ഈ മണ്ണ് എല്ലാറ്റിനെയും ശുദ്ധീകരിക്കും. മണ്ണിൽ കിടന്ന വെള്ളമാണ് നല്ലത്. വാദി ബുത്ഹാൻ എന്ന് പറയുന്ന മദീനയിലുണ്ടായിരുന്ന ഒരു നദി, മദീന നബിതങ്ങൾ വരുന്ന സമയത്ത് വളരെയേറെ മോശമായ കാലാവസ്ഥയായിരുന്നു. അവിടെ വന്നവർക്കൊക്കെ പനി പിടിക്കുമായിരുന്നു. സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പനി പിടിച്ചു. എന്നിട്ട് അവര് ഋതുബത്തിനെയും ഷൈബത്തിനെയും ഒക്കെ ചീത്ത പറഞ്ഞ് അവരാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്തൊരു കാലാവസ്ഥ മോശമുള്ള ഈ നാട്ടിൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പാടി, അലാ ലൈത ശിഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു فهل آردا يوما مياه مجنة فهل يبدو لي شامة وطفيل. എന്നാണ് ആ അഞ്ഞനപ്പുല്ലിന്റെയും ലെമൺ ഗ്രാസിന്റെയും ഇദ്ഖിറിന്റെയും ഒക്കെ ഉദ്യാനത്തിന്റെ ഭൂമിയിൽ ഒന്ന് കിടന്നുറങ്ങാൻ കഴിയുക എന്നാണ്. അതുപോലെ തന്നെ ആ മലയോരത്ത് ഒലിച്ചു വരുന്ന വെള്ളത്തിൽ, മജിന്നത്ത് തടാകത്തിലൊന്ന് കുളിക്കാൻ എപ്പോഴാണ് എനിക്ക് സാധിക്കുക? ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുളിച്ചു നോക്കുമ്പോൾ ചുറ്റും നല്ല പർവ്വതങ്ങൾ കാണാം. മജിന്നത്ത് എന്ന് പറഞ്ഞാൽ അറഫയുടെ സമീപത്തുള്ള ഒരു തടാകമാണ്. അതിപ്പോ ഇല്ല. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പാടിയത്. മർക്കസ് നോളജ് സിറ്റിയില് ഞങ്ങളൊരു ഉദ്യാനത്തിന് പേരിട്ടത് ബിലാൽ സ്ക്വയർ എന്നാണ്. ഇതിന്റെ ഈ കാരണം കൊണ്ടാണ്. കാരണം അവിടെ വന്നാലും മലയോരത്തു നിന്നുള്ള വെള്ളമുണ്ട്. അവിടെ ഞങ്ങൾ എല്ലാ വെള്ളവും 100 ചില്ലാനം ഏക്കർ ഭൂമിയിലെ മുഴുവൻ വെള്ളവും പുറത്തു പോകാതിരിക്കാൻ വലിയ തടാകമാക്കിയിട്ട് 2-3 ഏക്കർ സ്ഥലം തടാകത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ ലെമൺ ഗ്രാസും ഔഷധച്ചെടികൾ, 200ഓളം ഔഷധച്ചെടികൾ അവിടെ ഉദ്യാനമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മസ്ജിദിന്റെ ചുറ്റും നമ്മള് തുളസിയുടെയും റോസാപ്പൂവിന്റെയും യാസ്മിന്റെയും അതുപോലെയുള്ള ഔഷധവും സുഗന്ധവും ഒക്കെ നൽകുന്ന നല്ല നല്ല ചെടികൾ വെക്കണം. ഇത് സുന്നത്താ. ഈ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിലൊക്കെ തന്നെ നല്ല മൈലാഞ്ചിയുടെയും അതുപോലെ തുളസി ഏറ്റവും നല്ല ഒരു സുഗന്ധമാണ്. റൈഹാൻ. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുർ റൈഹാൻ. നബി തങ്ങൾക്ക് റൈഹാൻ വലിയ ഇഷ്ടമായിരുന്നു. തുളസി വീട്ടിന്റെ മുന്നിലൊക്കെ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ഉദ്യാനം മദീനയില് അക്കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു, പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, നാടിന്റെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. എന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞത്, ഒന്ന്, വാദി ബുത്ഹാൻ എന്ന് പറയുന്ന ഈ നദി ദിശ തിരിച്ചൊഴുക്കണം. ഇപ്പോൾ ഒഴുകി വരുന്ന ദിശയിലൂടെ വെയില് കൊള്ളുന്നത് കൃത്യമായിട്ടല്ല. അതുകൊണ്ട് ഇത് ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ നബി തങ്ങൾ ഓർഡർ കൊടുത്തു. ആ പുഴ ഡൈവേർട്ട് ചെയ്തു. ഒരാഴ്ച കൊണ്ടത് ശുദ്ധിയായി. കാറ്റും വെളിച്ചവും അനുസരിച്ചാണ് നമ്മുടെ കിണറ്, വീട്. എന്തിനാണ് പറമ്പ്, വീട് നോക്കുന്ന ആളുകൾ ഇങ്ങോട്ട് മുഖം വേണം, അടുക്കള ഇപ്പുറത്ത് വേണമെന്നൊക്കെ പറയുന്നത് നാടിന്റെ കാറ്റിന്റെ ദിശ അനുസരിച്ചാ. കാറ്റു വരുന്ന ഭാഗത്ത് അടുക്കളയായാൽ അടുക്കളയിൽ നിന്നുള്ള ഗ്യാസും പുകയൊക്കെ വരാന്തയിലേക്ക് വരും. അപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് ശ്വാസം മുട്ടുണ്ടാകും. അപ്പൊ കാറ്റിന്റെ എക്സിറ്റ് ഭാഗത്താണ് അടുക്കളയുണ്ടാകേണ്ടത്. ടോയ്ലറ്റുകൾ സംവിധാനിക്കേണ്ടത് അങ്ങനെയാ. ഏത് വീട്ടിലും വീടിന്റെ സക്കാത്ത് വീട്ടിൽ അതിഥികൾക്ക് ഒരു റൂം ഉണ്ടാവുക എന്നതാണ്. വീട്ടിൽ അതിഥികൾക്ക് വരുന്ന റൂം കയറി വരുന്ന സ്ഥലത്ത് തന്നെയായിരിക്കണം. ടോയ്ലറ്റ് ഉണ്ടാകണം. ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ആദ്യം തന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കുകയല്ല വേണ്ടത്. ആദ്യം ചോദിക്കേണ്ടത് ഫാരിഗാകണമോ, ഫ്രഷ് ആകണമോ, വുളൂ ചെയ്യണമോ എന്ന് ചോദിക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷാഫി ഇമാമ് മക്കയിൽ പഠിക്കുന്ന കാലത്ത് എക്സലന്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഷാഫിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം. അതുകൊണ്ട് മദീനയിൽ മാലിക് ഇമാമിന്റെ ദർസുണ്ട്, അവിടെ പോകണം എന്ന് പറഞ്ഞു. മക്കയിലെ ഗവർണറുടെ എഴുത്തുമായി മദീനയിലേക്ക് പറഞ്ഞയച്ചു, റെക്കമെൻഡ് ലെറ്ററുമായി.
മാലിക് ഇമാം വാങ്ങി, കത്തൊക്കെ അവിടെ വെച്ചു. റെക്കമെൻഡിന്റെ അഡ്മിഷൻ ഒന്നും ഇവിടെ നടക്കൂല. നന്നായി ഒരു ഇന്റർവ്യൂ നടത്തി. ഷാഫി ഇമാം നല്ല കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദർസിൽ അഡ്മിഷൻ കൊടുത്തത്. അപ്പൊ ഷാഫി ഇമാം പറയാണ്, എനിക്ക് ഗസ്റ്റ് റിലേഷന്റെ ഏറ്റവും വലിയ ആദാബുകൾ ആദ്യത്തെ ഇന്റർവ്യൂവിന്റെ ദിവസം തന്നെ മാലിക് ഇമാം പഠിപ്പിച്ചു തന്നു. വന്നപ്പോ തന്നെ എന്നെ ടോയ്ലറ്റ് കാണിച്ചു തന്നു. അങ്ങനെ ടോയ്ലറ്റിൽ പോയി വൃത്തിയായി പുറത്തു വന്ന്, അപ്പൊ അവിടെ കിണ്ടിയിൽ വെള്ളമുണ്ട്, വുളൂ ചെയ്തു. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു മുസല്ലിട്ടെന്നു, ഇവിടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞു.